നമ്മുടെ നേതാക്കന്മാരങ്ങനെ ചെറുപ്പക്കാരാ. പക്ഷേ ഇന്നത്തെ യുവത്വം പഠിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. ബഹുമാനായ ഉസ്താദ് പറഞ്ഞല്ലോ, മോനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലോ, ആവശ്യമില്ലാത്ത ചർച്ചകളുടെ പുറകിൽ നടക്കല്ലോ. നേതൃത്വം എന്താണോ പറയുന്നതനുസരിക്കണേ മോനെ. എല്ലാവരും എങ്ങനെയെങ്കിലും തമ്മിലടിപ്പിക്കാനാ നോക്കുന്നത്. രാജ്യം വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ ഉമ്മത്ത് ഐക്യപ്പെടേണ്ട സമയത്താണ് ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. പലർക്കും തമ്മിലടിപ്പിക്കാനാണ്, മുസ്ലിമീങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വൻ ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലമാ. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ തലയിടരുത്, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ അഭിപ്രായം പറയരുത്. മോനെ നേതൃത്വം എന്ത് പറയുന്നോ അതനുസരിക്കലാണ് ഒരു അനുയായിക്ക് വേണ്ട ഗുണമതാണ്. അൽഹംദുലില്ലാഹ്. പടച്ചവനെ എല്ലാവരും ബാംഗ്ലൂരിൽ പോകാൻ കാത്തിരിക്കുകയാ. 100ാം വാർഷികത്തിന്റെ പ്രഖ്യാപനം കേൾക്കാൻ ദിവസങ്ങൾ എണ്ണിയിട്ട് കാത്തിരിക്കുകയാ. അല്ലാഹുവേ, ആ സമ്മേളനം നീ വിജയിപ്പിക്കണേ അല്ലാ. പോകണം ചെറുപ്പക്കാരാ, പോകണം ചെറുപ്പക്കാരാ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സമയം മാറ്റിവെച്ചിട്ട് പോകണം പൊന്നുമോര്. ഇത് ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണടാ. ഇത് അല്ലാഹു തരുന്ന ഒരവസരമാ. പടച്ചവനെ സയ്യിദന്മാര് പിടിച്ചാ, പടച്ചവനെ സമസ്ത വിളിച്ചു കഴിഞ്ഞാൽ ആ വിളി ഏത് കാട്ടിലാണെങ്കിലും പോകണം ചെറുപ്പക്കാരാ. അത് നമ്മുടെ നേതൃത്വം വിളിക്കുന്നതാണ്, സയ്യിദന്മാര് വിളിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എല്ലാവരും അതിൽ പങ്കെടുക്കണം. അതിന്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. റബ്ബേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, മരിക്കാൻ പേടിയില്ലായിരുന്നു, മരിക്കാൻ ഭയമില്ലായിരുന്നു. അവര് റെഡിയായിരിക്കുകയാണ്, എപ്പോ വേണമെങ്കിലും പോകാൻ അവര് തയ്യാറായിരിക്കുകയാ. പടച്ചവനെ, നമുക്ക് ആ ചിന്തയുണ്ടോ, ആ ബോധം നമുക്കുണ്ടോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലുള്ളവർക്കൊക്കെ ഉസ്താദുമാർക്കൊക്കെ അറിയാം, സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഞാൻ, കോഴിക്കോട്ടി ഉസ്താദ്. ഞാൻ ഉസ്താദ് രോഗം പിടിച്ച് കിടക്കുമ്പോൾ ഒരു പ്രവാചകൻ പറഞ്ഞു, വീട്ടിൽ ഖബർ കുഴിച്ചിട്ടുണ്ട്, അടുത്ത് പോയിരുന്നു ഖുർആൻ ഓതുവന്നു. ഈ പ്രസംഗം എന്ന് പറയുമ്പോൾ അത് ഉള്ളതാണെന്ന് അറിയില്ല. ഞാൻ ഒരിക്കൽ ഉസ്താദിനെ കാണാൻ പോയി, സുഖമില്ലാതെ കിടക്കുമ്പോൾ. ഇവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗം കേട്ട് സത്യമാണോ എന്ന്. എന്റെ തോന്നുന്നു സുൽഫി എന്റെ കൂടെ ഉണ്ടെന്ന്, റഫീഖൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് പോയി ഉസ്താദിന്റെ വീടിന്റെ മുമ്പിൽ ഒരു റൂമുണ്ടായിരുന്നു. അതിനകത്ത് വാപ്പാടെ ആരുടെ ഖബറുണ്ടെന്ന്, അതിന്റെ പരിസരത്ത് ഒരു ഖബർ കുഴിച്ചു. ഇങ്ങനെ എല്ലാവരും പറയുന്നത് കാരണം ഇതിങ്ങനെ മണ്ണിട്ട് കുറച്ച് എന്തോ വെച്ചതിന്റെ മുകളിൽ മണ്ണിട്ട് വെച്ചിരുന്നു. പേടിയില്ലടോ. അവരൊക്കെ പോകുന്നതിന് മുമ്പേ ഒരുങ്ങിയിരുന്നവരാ. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മുടെ പണ്ഡിതന്മാര്, മഹത്തുക്കൾ അപ്പോഴാണ് ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ അവിടെ ഇവിടെയും കിടന്ന് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആവശ്യമില്ലാത്ത ചർച്ചകളൊക്കെ ഒഴിവാക്കുക. നമ്മുടെ സ്വപ്നമാണ് 100ാം വാർഷികം. അൽഹംദുലില്ലാഹ്. സമസ്ത വിളിച്ചു, പോകാൻ തയ്യാറാകുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോകണം സഹോദരൻ. നിങ്ങളൊക്കെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ ദൂരമാണ്. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരെ. ഇവിടുന്ന് ബാംഗ്ലൂർ വരെ പോകണമെങ്കിൽ അൽഹംദുലില്ലാഹ് 3-5 മണിക്കൂർ പോരെ, 5 മണിക്കൂറുണ്ടൊക്കെ പോലും, 5-6 മണിക്കൂർ. അൽഹംദുലില്ലാഹ്. പോകണം സഹോദര. അൽഹംദുലില്ലാഹ്. നിങ്ങൾ പോയാലും പോയില്ലെങ്കിലും അത് വിജയിക്കുമടോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാ, നമ്മൾ പോയാലും പോയില്ലെങ്കിലും അത് വിജയിക്കും. അതങ്ങനെ അൽഹംദുലില്ലാഹ്. ഏത് ആലപ്പുഴയിലൊക്കെ 90ാം വാർഷികം ആലപ്പുഴയിൽ വെച്ച് നടത്തിയപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു, പഠിച്ചാൽ അവിടെ വെച്ചാൽ വിജയിക്കുമെന്ന്. ആലപ്പുഴ എന്ന് പറയുന്ന നിങ്ങളുടെ നാട് പോലെ ഒരുപാട് പേരുള്ളവരല്ല. പക്ഷെ അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ, വിളിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും വരും. അള്ളാഹു നമ്മുടെ നേതൃത്വത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഉറച്ചു നിൽക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.